അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഇബ്നു മയ്യാസ് റളിയല്ലാഹു അൻഹുവിനിക്ക് എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കടക്കാൻ സാധ്യതയുള്ള, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറെ കാരണമാകുന്ന ഒരു അമല് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അതഫറുക്കുൻ നാറ വതുഹിബ്ബു അൻ തദ്ഖുലൽ ജന്ന. നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് കടക്കാനും നീ ഇഷ്ടപ്പെടുന്നു. അതെ, അതാരാണ് ഇഷ്ടപ്പെടാത്തത്? അതല്ലേ വേണ്ടത്? അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, അഹ്യുൻ വാലിദുക, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. നീ സ്വർഗത്തിലേക്ക് കടക്കാനും നരകത്തിൽ രക്ഷപ്പെടാനും ഞാൻ നിനക്കൊരു നല്ലൊരു വഴി പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ചോദിച്ച ചോദ്യം, നിന്റെ മാതാപിതാക്കള് ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടേ, ബാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശം, ഫവല്ലാഹി ലൗ അലിംത ലഹൽ കലാമ വഅത്അംതഹ ത്വആമ ലതദ്ഖുലൽ ജന്നത മജ്തനബതൽ ഖബായിറ. മോനെ, നിനക്ക് മാതാവുണ്ട് എന്നല്ലേ നീ പറഞ്ഞേ, എന്നാൽ അത് വലിയ ഒരു ഭാഗ്യമാണ്, അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. നീ ചെയ്യേണ്ടത് വേറൊന്നും ചെയ്യണ്ട, മറ്റുള്ള വലിയ വലിയ ബന്ധോഷത്തിനെ തൊട്ടൊന്ന് വിട്ടുനിന്ന് നീ ചെയ്യേണ്ട ഇബാദത്ത് എന്താണെന്ന് പറഞ്ഞാൽ അതേ ആ മാതാവിനെ, ആ ഉമ്മയൊന്ന് നല്ല നിലക്ക് ബഹുമാനിച്ചോ, ഉമ്മയോട് നല്ല നിലക്ക് സംസാരിച്ചോ, ഉമ്മക്ക് സന്തോഷമാകുന്ന രീതിയിൽ നീ ഒന്ന് ജീവിച്ചോ. ഉമ്മക്ക് എന്താണ് സന്തോഷം അതുപോലെ ഉമ്മക്ക് ചെയ്തു കൊടുത്ത മോനെ, എന്നാൽ നീ സ്വർഗത്തിൽ കടക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് നാം വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ. അത് വല്ലാത്തൊരു ഭാഗ്യമാണ്, അത് വല്ലാത്തൊരു നിഅമത്താണ്. നാം എത്ര ഇബാദത്ത് ചെയ്താലും, എത്ര നന്മകൾ ചെയ്താലും, എത്ര സാലിഹായ അമലുകൾ ചെയ്താലൊന്നും ഉമ്മയും ബാപ്പയും തൃപ്തിപ്പെടുത്തുന്ന അത്രത്തോളം ഒരു ഇബാദത്തും വരികയില്ല എന്ന് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. ഏത് മഹാന്മാരെ ചരിത്രെടുത്തു നോക്കിയാലും, ഏത് ഔലിയാക്കന്മാരെ ചരിത്രെടുത്തു നോക്കിയാലും അവരാരും മാതാപിതാക്കളെ പൊരുത്തമില്ലാതെ ഇവിടെ എത്തിയിട്ടില്ല. അവരൊക്കെ ഇത്ര വലിയ സ്ഥാനത്തിലേക്ക് എത്താനുള്ള കാരണം അവരുടെ മാതാപിതാക്കളുടെ പൊരുത്തമാണ്, അവർക്കുള്ള ദുആയാണ്. ഉമ്മയൊന്ന് നമുക്ക് വേണ്ടി നല്ല ആത്മാർത്ഥമായി ദുആ ചെയ്തു തന്നാൽ, ബാപ്പയൊന്ന് നമുക്ക് വേണ്ടി നല്ല ആത്മാർത്ഥമായി ദുആ ചെയ്തു തന്നാൽ തീർച്ചയായും ദുനിയാവും കിട്ടും, ആഖിറം കിട്ടും. അത് വല്ലാത്തൊരു തൗഫീക്ക് തന്നെയാണ്, അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. അത് അല്ലാഹു നൽകിയ വലിയൊരു നിഅമത്താണ്. അത് നഷ്ടപ്പെട്ടാലേ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരാകണം, മാതാപിതാക്കളെ പൊരുത്തമുള്ളവരാകണം. അവരെ കൊണ്ട് ദുആ കിട്ടിയ ആ നല്ല മക്കളിൽ നാം പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, മാതാപിതാക്കളെ പൊരുത്തം കിട്ടിയ മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.